ഇടുക്കിയിലെ ഗോത്ര ഗ്രാമങ്ങളിലും പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയുള്ള വീടുകൾ പൂർത്തിയാവുകയാണ്. അടച്ചുറപ്പുള്ള വീടുകളിൽ തങ്ങൾക്ക് വസിക്കാനാവുന്നതിലുള്ള സന്തോഷത്തിലാണ് ഗോത്ര സമൂഹം. കാണാം ഇടുക്കിയിൽ നിന്നുമുള്ള ഒരു റിപ്പോർട്ട്. ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെയാണ് തങ്ങൾക്കൊരു വീട് ലഭിച്ചതെന്ന് കോമാളിക്കുടി ആദിവാസി ഗ്രാമത്തിലെ വീട്ടമ്മയായ സെൽവറാണി പറയുന്നു. സന്തോഷമുണ്ട്. ഈ വീട് ലഭിച്ചതിനോട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒത്തിരി നാൾ ആശ്രയിച്ചിരുന്ന വീടാണ് ഇങ്ങനെ കെട്ടിയതാ. ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലെ കരുതാൻ പറ്റാത്ത വീടാണ്. ഞങ്ങൾക്ക് പാവങ്ങളാണ് ഞങ്ങൾ. ഇടുക്കി ബൈസൺവാലി പഞ്ചായത്തിലെ ആദിവാസി ഊരാണ് കോമാളിക്കുടി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ലഭിച്ച ഈ വീട് ആദിവാസി ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായ വീടായി മാറി. ചോർന്നൊലിക്കുന്ന കുടിലുകളിൽ നിന്നും അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് ഇവിടുത്തെ ഗോത്ര സമൂഹം മാറി താമസിച്ചു വരികയാണ്. തോട്ടത്തൊഴിലാളികളായ സെൽവറാണിയുടെ കുടുംബം തങ്ങൾക്ക് കൂലിവേല ചെയ്ത് ലഭിച്ച വരുമാനത്തിന്റെ ഒരു ഭാഗം കൂടി ചേർത്താണ് വീട് സുന്ദരമാക്കി മാറ്റിയത്. പ്രധാനമന്ത്രിയുടെ സഹായത്തോടെ ഞങ്ങൾക്ക് വീട് ലഭിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല വീടായി. ആദ്യത്തെ വീട് ചോർച്ചയായിരുന്നു. ഇപ്പം നല്ല വീട് കിട്ടി. നല്ല സന്തോഷമുണ്ട്. ആ വീട്ടിൽ താമസിച്ച് കയറാനായി പൂർത്തിയായി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ വീട് പദ്ധതി കിട്ടിയില്ലാതെ. പുതുതായി നിർമ്മിച്ച വീടിനോട് ചേർന്ന് തന്നെ ഇവർ നാളിതുവരെ താമസിച്ചുകൊണ്ടിരുന്ന പഴയ വീടും നിലവിലുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാനാണ് ഈ കുടുംബം ആഗ്രഹിക്കുന്നത്. പുതിയ വീടിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കോമാളിക്കുടി ഉൾപ്പെടെയുള്ള ജില്ലയിലെ മറ്റ് ആദിവാസി ഗ്രാമങ്ങളിലും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകളുടെ നിർമ്മാണം നടന്നുവരികയാണ്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.